Eqsoftന്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. മെയിൻ്റനൻസ് ആൻഡ് സർവീസസ് ഇത്തരം ജോബ് വർക്കുകൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഈക്വൽ ERPയിൽ എന്തൊക്കെയാണ് സ്പെഷ്യലായി ഉള്ള മൊഡ്യൂൾസ്, അത്തരം മൊഡ്യൂൾസ് ഒന്ന് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു മൊബൈൽ റിപ്പയറിംഗ് സെന്റർ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ മറ്റു ഇലക്ട്രോണിക് സാധനങ്ങൾ റിപ്പയർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈക്വൽ ERP. അതിൽ അത്തരം ബിസിനസ് ടൈപ്പുകൾക്ക് വേണ്ടി സ്പെഷ്യലായി ചില മൊഡ്യൂൾസ് ഇതിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു മൊബൈൽ ഷോപ്പ് ആണെങ്കിൽ ഒരു കസ്റ്റമർ ഒരു മൊബൈൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷോപ്പിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജോബ് എന്നുള്ള മെനു ആണ് എടുക്കേണ്ടത്. ട്രാൻസാക്ഷനിൽ ജോബ് എന്നുള്ള മെനു. ഇവിടെ നമുക്കിതിന് മുന്നേ വന്നിട്ടുള്ള ജോബുകൾ റിപ്പയറിങ്ങിനോ അങ്ങനെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി, പല തരത്തിലുള്ള റിപ്പയറിങ്ങിന് വേണ്ടി മൊബൈൽസ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഇത്തരം കംപ്ലീറ്റ് ആവാത്ത സർവീസസ്, കംപ്ലീറ്റ് ആവാത്ത റിപ്പയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പാർട്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അൺകംപ്ലീറ്റ് ആയിട്ടുള്ള സർവീസസ് ഇവിടെ ലിസ്റ്റ് ചെയ്യും. സോ ഈ സ്ക്രീൻ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ആ ഒരു കസ്റ്റമറുടെ ജോബ് അല്ലെങ്കിൽ ആ സർവീസ് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരു പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ ക്ലിക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ Ctrl+N പ്രസ് ചെയ്താലും മതി. ഇതിൽ ഡേറ്റ് വന്നു. കസ്റ്റമർ ഓൾറെഡി ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ Ctrl+N അടിച്ചുകൊണ്ട് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഉള്ള ഒരു കസ്റ്റമറെ സെലക്ട് ചെയ്തു. ഇനി എന്താണ് ജോബ്? മൊബൈൽ റിപ്പയർ. മൊബൈലിന്റെ എന്തെങ്കിലും ബാച്ച് നമ്പറോ അതല്ലെങ്കിൽ IMEI നമ്പറോ ഐഡന്റിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും നമ്പറുകൾ ഉണ്ടെങ്കിൽ ചേർക്കാം. ക്വാണ്ടിറ്റി 1. റിമാർക്സിൽ അതിന്റെ ഡെപ്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഡിസ്പ്ലേ, കംപ്ലൈന്റ്, ഡ്യൂ ഡേറ്റ്. നമ്മൾ ഈ ജോബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലയന്റിന്റെ നിന്ന് മൊബൈൽ വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്ന് തിരിച്ചു തരാം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു നെക്സ്റ്റ് ഡേ ഡ്യൂ ഡേറ്റ്. ഫർദർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാം. കോമൺ ആയിട്ട് എന്തെങ്കിലും റിമാർക്സ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബാറ്ററി ആൻഡ് സിം ടു കസ്റ്റമർ. ഇതിനൊപ്പം അഡ്വാൻസ് എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻസിന്റെ മോഡ് ക്യാഷ് ആണോ, ബാങ്ക് ആണോ, കാർഡാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ സേവ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു പ്രിന്റ് എടുത്തുകൊണ്ട് ഒരു ജോബ് കാർഡ് വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പ്രിന്റ് ചെയ്തില്ലെങ്കിൽ പോലും ഇത് സേവ് ചെയ്ത ഉടനെ ഈ ക്ലയന്റിന്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS പോകും. ആ SMS-ൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഈ വർക്കിന്റെ സ്റ്റാറ്റസ് ആൾക്ക് അറിയാൻ പറ്റും. ഡേ ടു ഡേ ഇവിടെ നടക്കുന്ന ഈ ജോബുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ്. ഇനി ജോബ് കംപ്ലീറ്റ് ആയാലും അത് അവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അറിയാനുള്ള സൗകര്യം കിട്ടും. ഇപ്പൊ നമ്മുടെ ലിസ്റ്റിലേക്ക് ആ ക്ലയന്റിന്റെ ഒരു റെക്കോർഡ് ആഡ് ആയി. ഇനി ക്ലയന്റ് കൗണ്ടറിൽ വന്ന് എൻക്വയറി ചെയ്യുകയോ ഫോണിൽ വിളിച്ച് എൻക്വയറി ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹിസ്റ്ററി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ആക്ച്വലി ഇതിലിപ്പോ പ്രത്യേകിച്ച് വർക്കുകളൊന്നും നടന്നിട്ടില്ല, ഒരു ജോബ് ക്രിയേറ്റ് ആയി കിടക്കുക മാത്രമാണ്. അതിന്റെ എല്ലാ ഡീറ്റെയിലും ഇവിടെ വന്നിട്ടില്ല. ഇനി ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് എന്താണ് സ്പെയർ പാർട്സ് ആഡ് ചെയ്തത്, സാംസങ് ഡിസ്പ്ലേ കണ്ടിട്ട് ഒരെണ്ണം.
റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽ നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് ക്ലയന്റുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സ്പെയർ പാർട്സ് ഡിസ്പ്ലേ കൊണ്ട് ചേഞ്ച് ചെയ്തു, ദെൻ ഓക്കെയാണ്, ടെസ്റ്റിംഗ് കഴിഞ്ഞു, ഓക്കെയാണ്. ഫർദർ എന്തെങ്കിലും സർവീസസ് ഉണ്ടെങ്കിൽ ഇതേപോലെ എന്നാണ് ചെയ്യുന്നത് ആ ഡേറ്റുകളിൽ ആഡ് ചെയ്ത് അത് ചെയ്തുകൊണ്ടിരിക്കാം. ദെൻ കംപ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ക്ലോസ് ജോബ് കാർഡ് കൊടുക്കാം. സോ നമ്മുടെ പെൻഡിങ് ലിസ്റ്റിൽ നിന്ന് ആ ജോബ് ക്ലിയർ ആയി. ഇനി കസ്റ്റമർ വരുന്ന സമയത്ത് നമ്മൾ ജോബ് സെയിൽസ് എന്നുള്ള ട്രാൻസാക്ഷനിൽ പോയിട്ട് ജസ്റ്റ് ആ ജോബ് സെലക്ട് ചെയ്യുക. സോ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നു. നമുക്ക് റിപ്പയറിംഗിന് എന്താണ് സർവീസ് ചാർജ് എന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാം. ഫോർ എക്സാമ്പിൾ 500 രൂപ. ഇനി ഇതിലേക്ക് നമ്മൾ സ്പെയർ പാർട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആഡ് സ്പെയർ പാർട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ജോബ് വർക്കുകൾ നടക്കുന്ന സമയത്ത് എന്തൊക്കെ സ്പെയർ പാർട്സ് നമ്മൾ ഈ ജോബിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ അപ്ഡേറ്റ് ആയി വരും. പിന്നെ അതിൽ റേറ്റുകളൊക്കെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് സേവ് കൊടുക്കാം. ഇപ്പൊ ടോട്ടൽ 2000 രൂപയാണ്. അതിൽ 1000 അഡ്വാൻസ് ഉണ്ടായിരുന്നു, ബാലൻസ് 1000. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. ടോട്ടൽ 2000, then advance less 1000, then balance net receivable 1000 rupees. ഇതിന്റെ ബില്ലിന്റെ പ്രിന്റ് ഔട്ട് നമുക്ക് എടുക്കാം. തരുന്ന ക്യാഷ് കാർഡാണോ ഗൂഗിൾ പേ ആണോ എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ആണോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഗൂഗിൾ പേ, SBI കാർഡ് എന്ന പോലെ ഇനിയും കൂടുതൽ പേയ്മെന്റ് മോഡ്സ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഓൾറെഡി സോഫ്റ്റ്വെയറിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പ്രിന്റ് ഔട്ട് വരും. ഇത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സ്, ജോബ് കാർഡ് ഡീറ്റെയിൽ രജിസ്റ്റർ, ജോബ് കാർഡ് രജിസ്റ്റർ, ഇങ്ങനെ രണ്ട് റിപ്പോർട്ടും നമുക്ക് ഈ ജോബുമായി ബന്ധപ്പെട്ട ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിന്റെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇത്തരം അപ്ഡേഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഒപ്പം നടന്നു പോകുന്നുണ്ട്. താങ്ക് യു.